അങ്ങനെ പ്ലേ ഓഫിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് നടക്കും. രാജസ്ഥാനും RCBയുമാണ് നേർക്കുനേർ വരുന്നത്. ഒരു തീപാർന്ന പോരാട്ടം നമുക്കിന്ന് കാണാൻ സാധിക്കും. രണ്ട് ടീമുകളും തുല്യശക്തികളാണ്. ആര് ജയിക്കുമെന്നത് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ RCB മാച്ചിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി RCB ടീമിനെ പരിഗണിച്ചാൽ RCB ഇപ്പോൾ മികച്ച ഫോമിലാണ്. അടുപ്പിച്ച് 6 മാച്ച് ജയിച്ചാണ് RCB പ്ലേ ഓഫിൽ എത്തിയിരിക്കുന്നത്. ഇതുപോലെ ഫോമിൽ നിൽക്കുന്നൊരു ടീം ഈ IPLൽ ഉണ്ടായിരിക്കില്ല. CSK ടീമിനെ തകർത്താണ് RCB എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് RCBക്ക് തന്നെയാണ് വിജയ സാധ്യത കൂടുതൽ. വിരാട് കോഹ്ലി മികച്ച ഫോമിലാണ്. അതുപോലെ ഓപ്പണിങ്ങിൽ ഡുപ്ലസിയും അടിച്ചു കളിക്കുന്നുണ്ട്. ഇന്ന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ RCBയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. ഡുപ്ലസി, കോഹ്ലി, രജിത് പരിഡാർ, മാക്സ്വെൽ, മഹിബാൽ ഓമ്രാർ, ഗ്രീനെ, ദിനേശ് കാർത്തിക്, സ്വപ്നിൽ സിംഗ്, കരൺ ശർമ്മ, സിറാജ്, യാസ് ദയാൽ. ഇനി രാജസ്ഥാൻ ടീമിനെ പരിഗണിച്ചാൽ രാജസ്ഥാൻ അടുപ്പിച്ച് 4 മാച്ച് തോറ്റാണ് വരുന്നത്. രാജസ്ഥാന് വിജയ സാധ്യത കുറവാണ്. IPLന്റെ സ്റ്റാർട്ടിങ്ങിൽ മികച്ച കളിയാണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. എന്നാൽ അവസാനമായപ്പോൾ രാജസ്ഥാൻ ഡൗൺ ആയിരിക്കുകയാണ്. രാജസ്ഥാനെ പഴയതുപോലെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ രാജസ്ഥാൻ ബൗളിങ്ങിലും വീക്കാണ്. ആ പഴയ ഊർജ്ജം വീണ്ടും തിരിച്ചെടുത്ത് മികച്ച കളി ഇന്ന് കാഴ്ചവെച്ചാൽ RCBക്കെതിരെ ജയിക്കാൻ സാധിക്കും. കഴിഞ്ഞ 4 മാച്ച് നോക്കിയാൽ രാജസ്ഥാൻ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബട്ട്ലർ ഇല്ലാത്തത് രാജസ്ഥാന് തിരിച്ചടി തന്നെയാണ്. ജയ്സ്വാൾ ഓപ്പണിംഗിൽ ഫോമായാൽ രാജസ്ഥാന് മികച്ച സ്കോർ പവർ പ്ലേയിൽ നേടാം. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ്റെ പ്ലേയിങ് ഇലവൻ നോക്കാം. ജയ്സ്വാൾ, കാഡ്മോർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, ശുഭൻ ദുബെ, റോമാൻ പവൽ, രവിചന്ദ്രൻ അശ്വിൻ, ആവേശ് ഖാൻ, ട്രെൻഡ് ബോൾട്ട്, ചഹൽ. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ RCB ജയിക്കുമോ രാജസ്ഥാൻ ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.